സൗഹൃദം തന്നെയാണ് എല്ലായിടത്തും. സിനിമ ഒരുപാട് സൗഹൃദത്തിലൂടെ സിനിമ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എല്ലാ കാര്യത്തിലും കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു സഹായം അല്ലെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് നടക്കാറുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുന്ന ഒരു മെക്കാനിക്കൽ സ്വഭാവം ഒന്നിലും ഞാൻ വെക്കാറില്ല. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഭാവിയിൽ എന്തുണ്ടാവണം എന്നാലോചിച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഓപ്പണാണ്. എനിക്ക് വരുന്ന ശരിയോ തെറ്റോ അപ്പോൾ വരുന്നത് അതിൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ എന്താണ് തോന്നുന്നത് അത് പറയുന്നു ചെയ്യുന്നു എന്നല്ലാതെ ഒന്നും പ്ലാൻഡായിട്ട് ഇപ്പോൾ ഇയാളായിട്ട് കമ്പനി ആയി കഴിഞ്ഞാൽ ഭാവിയിൽ അത് ചെയ്യാം, അവരുടെ പ്രൊഡക്ഷനിൽ ഒരു പടം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടാക്കലോ അല്ലെ അങ്ങനത്തെ ഒരു സൗഹൃദം എന്നിലേക്ക് വരികയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഉണ്ടായിട്ടുള്ളതെല്ലാം ഓർഗാനിക്കായിട്ടുള്ള. എനിക്ക് തോന്നുന്നു മണികണ്ഠൻ്റെ ഒരു രീതി അങ്ങനെയാണ്, ഉള്ളിലുള്ളത് മറയില്ലാതെ തുറന്നു പറയുക. അതിന് ഇപ്പം രാഷ്ട്രീയമാണെങ്കിലും നിലപാടുകളാണെങ്കിലും തുറന്നു പറയാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം അതിനൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ RLV രാമകൃഷ്ണൻ്റെ വിഷയം വന്നപ്പോൾ വളരെ ബോൾഡായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു ഐക്യദാർഢ്യമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പ്രകടിപ്പിച്ചു. പക്ഷെ കുറച്ചും കൂടെ വ്യത്യസ്തമായി നിന്നത് മണികണ്ഠൻ്റെ ചെറിയ 2 വാക്കുകളാണെങ്കിൽ പോലും ഒരു സെൻറ്റൻസ് ആണെങ്കിൽ പോലും ഒരു പവർ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം നിലപാടുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുമ്പോൾ അത് സിനിമയെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ സിനിമയെ അത് ബാധിക്കും എന്നുള്ളൊരു ഭീതിയോ അപകർഷതാബോധം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തോന്നി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ എന്താ പറയുക 24 hours നമ്മൾ കൊമേഴ്സ്യലാവാൻ പറ്റില്ല. ജോലി നമുക്കിപ്പോൾ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ടൈം ഉണ്ടല്ലോ. ആ സമയത്ത് മാത്രമേ നമ്മൾ ഒരു വർക്കറാവാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പല കാര്യങ്ങളും ഇല്ലേ. അപ്പോൾ 24 മണിക്കൂറോ അല്ലെങ്കിൽ മൊത്തം അഭിനയിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ക്യാമറയുടെ മുമ്പിൽ കഥാപാത്രമാകുമ്പോൾ അഭിനയിക്കേണ്ട വന്നാൽ അഭിനയിക്കണം, അല്ലെങ്കിൽ അഭിനയിക്കുന്നു. അല്ലാതെ ജീവിതം മുഴുവനും അഭിനയിച്ച് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭിനയം ചിലത് കണ്ടില്ല എന്ന് വയ്ക്കുക. പിന്നെ എല്ലാ കാര്യത്തിലും കയറിയ അഭിപ്രായം പറയാറില്ല. എപ്പോഴും എൻ്റെ നിലപാട് പറയുന്ന ഒരു ബിസിനസ്സാക്കി എടുത്തിട്ടില്ല. അങ്ങനെയില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നൊരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പുഷിങ് ഉണ്ടാവും ചില വിഷയങ്ങളിൽ. അതിൽ ഞാൻ പറയും. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പലരും ചോദിക്കും ഇതിൽ പറഞ്ഞല്ലോ അതിലെന്താ പറയാത്ത, ഇതിലെന്താ പറയാത്ത. അത് നമ്മളല്ലേ, നമ്മുടെ ഉള്ളല്ലേ തീരുമാനിക്കുന്നത്. നമ്മളുടെ പെയിനാണല്ലോ. RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ ഞാൻ വേറെ ആയിട്ട് കണ്ടിട്ടില്ല. എൻ്റെ സഹോദരൻ ശിവദാസ് രാജൻ എന്ന് പറയുന്ന ഡാൻസറാണ്. കറുത്ത നിറമുള്ള ഉയർന്ന ജാതിയല്ലാത്ത ഒരു സ്വന്തം കഴിവിൽ ഈ ഭരതനാട്യം പോലുള്ള ഒരു വലിയ കലയെ പഠിച്ചെടുത്ത് ഇന്ന് ചെന്നൈയിൽ ധനഞ്ജയ മാഷിൻ്റെ ശിഷ്യനായിട്ട് അവിടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് പോകുന്ന ഒരാൾ. അദ്ദേഹത്തെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ സഹോദരനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ സഹോദരന് നേരെയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുമോ? പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഇല്ലെങ്കിൽ പോലും ആ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളൊരു പ്രഷർ എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ പല വിഷയങ്ങളിൽ എനിക്ക് ഉണ്ടാവാറില്ല. ചില വിഷയങ്ങളിൽ ഉണ്ടാവും, അത് പറയും. അതെന്തുകൊണ്ടുണ്ടായില്ല, ഇതെന്തുകൊണ്ടുണ്ടായില്ല, അതിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ തോന്നുന്നത്.